എന്നാൽ നെല്ല് സംഭരണം മാസങ്ങളായി മുടങ്ങിയതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് നെൽകർഷകർ. പൊന്നാനി കോൾ മേഖലയിൽ മാത്രം 60 കോടിയോളം രൂപയാണ് കർഷകർക്ക് കിട്ടാനുള്ളത്. കടവും പലിശയും പേറി ആത്മഹത്യയുടെ വക്കിലാണെന്ന് കർഷകർ പറയും. പൊന്നാനി കോൾ മേഖലയിൽ 60 പാടശേഖരങ്ങളാണുള്ളത്. 1 ഏക്കർ മുതൽ 15 ഏക്കർ വരെയുള്ള കൃഷിയുടെ 6500ഓളം കർഷകരുണ്ട്. 1 ഏക്കർ നെൽകൃഷി ചെയ്യാൻ ഏകദേശം 35,000-ഓളം രൂപ ചെലവ് വരും. ഇത്തരത്തിൽ 10,000-ങ്ങളും ലക്ഷങ്ങളും വിവിധ മാർഗങ്ങളിലൂടെ സ്വരൂപിച്ചാണ് കർഷകർ വയലിൽ ഇറങ്ങിയത്. ഒടുവിൽ സർക്കാർ കൈവിട്ടു. സംഭരിച്ച നെല്ലിന്റെ പണം അടിയന്തരമായി ഭക്ഷ്യവകുപ്പ് സപ്ലൈകോ എത്രയും പെട്ടെന്ന് നൽകണമെന്നാണ് കർഷകരുടെ ആവശ്യം. 6 ലക്ഷം കിട്ടാനുള്ള വ്യക്തികളുണ്ട്, 1 ലക്ഷം കിട്ടുക 30 ഏക്കർ പണിയത്ത കർഷകരുണ്ട്, 60 ഏക്കർ കൃഷി ചെയ്ത ആൾക്കാരുണ്ട്. അത് അവർക്ക് ഭീമമായ സംഖ്യയാണ് കുടിശ്ശികയായിട്ട് വന്നിരിക്കുന്നത്. ഇവരുടെ എല്ലാം ഇന്ന് ആത്മഹത്യ വക്കില്ല. കാരണം അത്രത്തോളം കടബാധ്യതയിലാണ് കർഷകരെല്ലാം നിൽക്കുന്നത്. കൊയ്ത്തു കഴിഞ്ഞ ശേഷം സപ്ലൈകോ നിശ്ചയിക്കുന്ന മില്ലുകാർക്ക് നെല്ല് സംഭരണത്തിന് നൽകുകയാണ് ചെയ്യുന്നത്. 15 ദിവസത്തിനകം പണം നൽകുമെന്നായിരുന്നു ആദ്യകാലത്തെ വാഗ്ദാനം. എന്നാൽ ഇപ്പോൾ മാർച്ച് 10 മുതൽ സംഭരിച്ച നെല്ലിന്റെ പോലും പണം കിട്ടാതെ പ്രയാസത്തിലാണ് കർഷകർ. സംസ്ഥാനത്ത് 600 കോടിയിലധികം രൂപയാണ് കർഷകർക്ക് വിതരണം ചെയ്യാനുള്ളത്. 200 കോടിയോളം രൂപ ഇപ്പോഴും സർക്കാർ ബാങ്കുകൾക്ക് നൽകിയിട്ടില്ലെന്നാണ് കർഷകർ പറയുന്നത്. അത് ലഭിച്ചാൽ മാത്രമേ ഈ വർഷത്തെ PRS പ്രകാരമുള്ള തുക നൽകാനാവൂ എന്നതാണ് ബാങ്കുകളുടെ നിലപാട്. സമീപ ഭാവിയിലുള്ളതല്ല, ഇത് ചുരുങ്ങിയത് ഒരു 6 വർഷമായിട്ട് തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ മൊത്തത്തിൽ. കാരണം കാശ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാലാകാലങ്ങളായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അനുകൂലം ഈ ഇൻഷുറൻസിന് ഉണ്ടായിരുന്നു, അതുപോലും നീട്ടി കൊണ്ടുപോവുകയാണ്. അതിന്റെ പേരിൽ കർഷകർ എല്ലാത്തൊരു പ്രതിസന്ധിയിലാണ്. ട്രാക്ടർ കൊടുക്കാണ്ട് അവർ നിരന്തരം വിളിച്ചോണ്ടിരിക്കുക. വളർത്താൻ്റെ കടയിൽ വളക്കട കൊടുക്കാണ്ട് അവരും നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നെല്ല് കയറ്റി പോയി ഒരു മാസത്തിനുള്ളിൽ കാശ് കിട്ടാറുള്ളതാണ്. ഇപ്പൊ 2-3 വർഷമായിട്ട് തന്നെ പരിപാടി. ഇതെല്ലാം സഹിച്ചിട്ട് ഇത് കൊണ്ടുപോയെങ്കിൽ ഇന്ന് കറക്റ്റിന് പൈസ കിട്ടാനുള്ള ഒരു സംവിധാനമെങ്കിലും ഗവൺമെന്റ് ചെയ്യില്ല. ഇത് ഈ കർഷകരോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയാണ്. സർക്കാരും സപ്ലൈകോ അധികൃതരും വിഷയത്തിൽ നടപടിയെടുത്തില്ലെങ്കിൽ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് കർഷകർ. റിപ്പോർട്ടർ, തിരൂർ.